വെൽക്കം ബാക്ക് ടു റംലാൻ സീരീസ് D27. അപ്പോൾ ഗൈസ് സൗണ്ട് ഒക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സിന്റെ റോബോട്ടിക് ഫെസ്റ്റ് ആണ്. അപ്പൊ അത് നടക്കുന്നത് എവിടെ വെച്ചാന്ന് വെച്ചാല് പുന്നപ്പറ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടാണ്. അപ്പൊ സ്കൂളിൽ നിന്ന് തന്നെ ആങ്കർ ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട്. ഗൈസ് എന്റെ ഒത്തിരി നാളത്തെ വലിയൊരു ആഗ്രഹമാണ് ആ ഒരു കാർമൽ കോളേജിൽ കയറണം എന്നുള്ളത്. അതെന്താന്ന് വെച്ചാല് എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ എനിക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ല. പക്ഷേ എനിക്ക് ക്യാമ്പസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടുത്തെ ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ ആ ഒരു ആർച്ച് നമ്മൾ റോഡിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് ഹൈറ്റാ. അപ്പം ആ ക്യാമ്പസ് കാണാൻ തന്നെ നല്ല രസം. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അതിന്റെ ഉള്ളിൽ കയറണമെന്ന്. ഞാൻ അപ്പൊ ഇടയ്ക്ക് മിമിയോട് പറയുകയും ചെയ്യുമായിരുന്നു, മിമി എനിക്ക് അവിടെ ഒന്ന് പോകണമെന്ന്. മാമിച്ചി പഠിച്ചത് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. എന്ത് എഞ്ചിനീയർ ആയിരുന്നു? ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഇപ്പൊ ഈ ഹൈവേയുടെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ആ ഒരു മതിലിൽ ഇങ്ങനെ കാർമലിനൊക്കെ എഴുതിയിട്ട് നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ക്യാമ്പസ്. അപ്പൊ ഞാൻ മിമിയോട് ഇങ്ങനെ പറയാം എനിക്ക് അവിടെ ഒന്ന് കയറണം. പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, പഠിച്ചോനെ ഏതേലും പിള്ളേരൊക്കെ അവിടെ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോ എന്തേലും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോണേന്നൊക്കെ ഞാൻ പറയാം. കാരണം എനിക്ക് അവിടെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ പഠിച്ചവനായിട്ട് കൊണ്ടെത്താത്ത അവസരമാണ് ഗൈസ്, ഇന്നല്ലേ മിമിയെ. അപ്പൊ ഗൈസ് ഞാൻ ഇന്ന് പോവാണ്. അപ്പം നമ്മളോട് സാറ് പറഞ്ഞേക്കുന്നത് നാടകത്രയിൽ വന്ന് നിൽക്കാനാണ്. അപ്പൊ അവിടുന്ന് സാറ് പിക്ക് ചെയ്തോണ്ട് പോവാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാനും മിമിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോയിട്ട് വരാം ഗൈസ്. അപ്പൊ മറ്റാപ്പ് ഇവിടെ ശമൂശ മേടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് ഇടിയപ്പമാണ് ഗൂസ് കഴിക്കാൻ. അതിന് വേണ്ടിയിട്ട് ഇടിയപ്പം പുഴുങ്ങുന്നുണ്ട്. അപ്പൊ ഗൈസ് ഞാൻ നല്ല കഞ്ഞിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ മറ്റിവിടെ മാങ്ങ റെഡിയാക്കി സ്റ്റഡി കണ്ടതുകൊണ്ട് ഗൈസ്. ഇത് നാരങ്ങ വെള്ളം കണ്ടോ ഗൈസ്. ഇതെവിടെ നിന്ന് വന്നു മഞ്ഞ? ഒരു ഭാഗമല്ലേ. നല്ല കളറുള്ള തണ്ണിമത്തൻ ഗൈസ് കണ്ടോ ഗൈസ്. മറ്റു ഗൈസ് എല്ലാവർക്കും അങ്ങനെ റംലാൻ ഡേ 28 അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് 29 ആണ്. പക്ഷേ ഞാൻ ഔട്ട്ഡോർ കൊടുക്കുന്നത് ഇപ്പോഴാണേ ഉള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ 28 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 3 ദിവസത്തെ വ്ളോഗ് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു. കാരണം ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ, അതായത് നമ്മുടെ വൈഫൈ അതിൻ്റെ കുറച്ച് പ്രശ്നം, പിന്നെ വേറെ കുറച്ച് ഇഷ്യൂസ്, അങ്ങനെയുള്ള 3 വ്ളോഗ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഈ വർഷത്തെ റംലാൻ സീരീസിൽ അപ്ലോഡ് ചെയ്തു. ഞാൻ റംലാൻ സീരീസ് ഫുൾ അപ്ലോഡ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാ എന്നൊരു വാക്ക് പറഞ്ഞു. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ഇപ്പം ഇങ്ങനൊരു സംഭവം വന്നു. അപ്പം പല സാഹചര്യങ്ങളും കൊണ്ട് നമുക്കത് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ 2 ദിവസം വൈഫൈ ഇല്ലായിരുന്നു, അതായിരുന്നു ഇഷ്യൂ. ഒരു ദിവസം ഫുള്ള് ബിസി ആയിരുന്നു, ഫോൺ എടുക്കാൻ പോലും സമയമില്ലായിരുന്നു. അതായിരുന്നു ആ ദിവസം ഇടാഞ്ഞത്. പക്ഷേ ഞാൻ മെഹന്തി ഇന്നലെ ഗൾഫിലൊക്കെ പെരുന്നാളാണെന്ന് അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ റമദാൻ ഡേ 29 വരെ കാണത്തോളൂ എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ ഇട്ടു. കാരണം ഇത് 2 തവണ ഇട്ടില്ലെങ്കിൽ ഇത് ചുമക്കത്തില്ല ഗൈസ്. ഇപ്പോൾ ഒരു വല്ലാത്ത കളറാണ്. ഇനി ഒരു തവണയും കൂടി ഇടണം കണ്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ 28 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്നു. നമ്മുടെ ഗീവ് അവേയുടെ കാര്യം ആരും മറക്കരുത്. അത് മാത്രമല്ല ഗൈസ്, നമ്മൾ ഇനി അടുത്ത വർഷം ആരൊക്കെ ജീവിച്ചിരിക്കും, ഇല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത്, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം പഠിച്ചതിൻ്റെ ആ ഒരു അനുഗ്രഹം പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള, നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ജീവിക്കുക. എനിക്ക്
റിലേ പോയിരിക്കണം. ഞാൻ പറയുന്നത് എന്താണെന്ന് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മളായിട്ട് ജീവിക്കാൻ നോക്കുക, അല്ലാണ്ട് മറ്റൊരാളെ പോലെ ആവാൻ ഒരിക്കലും നോക്കരുത്. അതിപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പം പൈസയുടെ കാര്യത്തിൽ, ഇല്ലേ ലൈഫ് സ്റ്റൈൽ ആവട്ടെ, എന്തൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് തന്നതുകൊണ്ട് നമ്മൾ തൃപ്തിയാകുക. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ വിഷമങ്ങളില്ലാത്ത ആരും ഈ ലോകത്തില്ല. എല്ലാവരും അവരവരുടേതായ വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ജീവിക്കുന്നതും അങ്ങനെയാണ്. നമ്മൾ പുറമേ നിന്ന് നോക്കിയാൽ നമ്മൾ വിചാരിക്കും അവരെത്ര ഹാപ്പിയാണ്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. എത്രയോ പേര് എത്രയോ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ ഈ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റൽ തന്നെ നിങ്ങൾ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയോ പേര് നമ്മളൊക്കെ ആ കണക്കിന് എന്ത് ഭാഗ്യം ചെയ്തവരാന്ന് ചിന്തിച്ചു പോവുക അറിയാണ്ട്. നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമോ നമുക്ക് മാത്രമേ ഈ ഒരു അവസ്ഥയുള്ളെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല ഒരിക്കലും. നമ്മളെക്കാട്ടിയും എത്രയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേര് ഈ ലോകത്തുണ്ട്. ഇപ്പോൾ ഫലസ്തീനിലെ കുട്ടികളാണെങ്കിലും അങ്ങനെ, അതൊരു എക്സാമ്പിൾ മാത്രം. അങ്ങനെ എത്രയോ പേര്, പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, അങ്ങനെ പലരും. അതുപോലെ തന്നെ ജനിച്ച് വീഴുന്ന ആ സമയം തന്നെ വലിയ വലിയ രോഗങ്ങൾക്ക് അടിമയായി പോയ കുട്ടികൾ, അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ഈ കേരളത്തിലും ഈ ഇന്ത്യയിൽ ഈ ലോകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഈഗോ വെച്ച് പെരുമാറരുത്. കാരണം നമ്മൾ ഒരാളെ ശത്രുവായിട്ട് എടുത്താൽ ചിലപ്പോൾ നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം നമ്മളെ സഹായിക്കാൻ വരുന്നത് അയാളായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആ പ്രശ്നത്തിൻ്റെ വഴിക്ക് പോട്ടെ, പക്ഷെ അയാളോട് അതിൻ്റെ പേര് മിണ്ടാതിരിക്കുക, അങ്ങനൊന്നും ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് അല്ല, അത് ഞാൻ തന്നെ സമ്മതിക്കുന്നു. എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആവാൻ ഒരാൾക്കും പറ്റത്തില്ല. അത് അയാളുടെ ബിഹേവിയർ പോലെ ഇരിക്കും. കാരണം ഞാനിപ്പോൾ പറയാം, ഞാൻ എല്ലാത്തിലും പെർഫെക്റ്റ് അല്ല. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലും ഞാൻ ഇത് ഒബേ ചെയ്താലേ അത് ഒരു കറക്റ്റ് പറഞ്ഞു തരുന്ന ഒരു ഇതാവത്തുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് പറഞ്ഞു തന്നിട്ട് അത് ഒരിക്കലും ഒരു ഗുണമുള്ള കാര്യമല്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം സ്വയമേ നന്നാവുക, എന്നിട്ട് നമ്മൾ ബാക്കി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇനി ഇൻഷാ അല്ലാഹ് ഇനി കൂടി വന്ന 2 ദിവസം ഇല്ലേൽ 1 ദിവസം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇനി റംസാൻ ഡേ 29 നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും. വൈകിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട്, അതായത് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഇവിടെ TV വെക്കും. കാരണം നാളെ പെരുന്നാളാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ന്യൂസിൽ വെക്കും. അപ്പോൾ വെയിറ്റിംഗ് ആണ് ഗായ്സ്. അപ്പോൾ ഇന്ന് റംസാൻ ഡേ 29 ആണ്. ഇത് റംസാൻ ഡേ 28ൻ്റെ ഔട്ട്രോ ആണ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ നാളെ കാണാം ഇൻഷാ അല്ലാഹ്. ടാറ്റാ.